ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു ബാക്ക് ടു റുട്ടീൻ വീഡിയോ ആണ്. നമ്മൾ റമദാനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞിട്ടുണ്ട്, 6:30 ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കത്തിലാണ്. ഇന്ന് ഇടിയപ്പവും വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചെനയും അതുപോലെ തന്നെ ഗ്രീൻ പീസും കൂടെ തലേ ദിവസം കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സവാളയ്ക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ 3 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതിനിടയിൽ ഇടിയപ്പം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കട്ടെ. പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഷെയ്നെ ഏൽപ്പിച്ചു. ഷെയ്യും മക്കളും ഹസ്ബൻഡൊക്കെ ഇവിടെ ഉണ്ടെന്ന് പലർക്കും അറിയുന്നുണ്ടാവും. ഷെയ് എന്ന് പറയുന്നത് അസ്കർ ഖാൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. എൻ്റെ മൂത്തച്ചിയാണ്, അസ്കർ ഖാൻ്റെ ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കടല വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് കോരി എടുക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഡയറ്റിലാണ് കേട്ടോ. അപ്പോൾ ഡയറ്റിന് കുറച്ച് ഫുഡ് കൺട്രോളും അതുപോലെ തന്നെ എണ്ണയില്ലാത്തത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചു. പിന്നെ ഇതാ നമ്മളുടെ കുറുമയിലേക്ക് പൊട്ടാറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് വെള്ളവും ഉപ്പും തന്നെ ഇടുന്നുള്ളൂ, മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടുന്നില്ല. വൈറ്റ് കളർ കുറുമയാണ് ഉദ്ദേശിക്കുന്നത്. ഷെയ് ഇടിയപ്പത്തിൻ്റെ പണിയിലാണ്. ഇനി നമുക്ക് കുറുമ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് സവാള എൻ്റെ കറിയിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത്ര ഹെൽത്തി ഒന്നുമല്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. വേറെ മസാല പൗഡറുകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതാ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച കാഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ആദ്യം പൊടിച്ചെടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്ത സവാളയും അതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുള്ള കടലയും പിന്നെ വെജിറ്റബിൾസും ഒക്കെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ബേ ലീഫാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് പച്ചമുളക് ഇതുപോലെ കീറിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കാം. കറി നന്നായിട്ട് തിളച്ച് കുറുകിയപ്പോൾ അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി ഉലുവയുടെ ഇലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡിയായി.
അതിനിടയിൽ എനിക്കുള്ള കറി കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ കറിയുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗത്തിൽ അടുപ്പ് കത്തിക്കാൻ നിന്നു. ഷെയ് അപ്പോഴും ഇടിയപ്പം ചുടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈമൊക്കെ കീപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ 8:30 മുന്നേ എന്തായാലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ വേഗത്തിൽ കഴിക്കുകയാണ്. ഉമ്മയും കഴിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇതാ ഷെസീനും മസ്കർക്കയും ഷെയ്യൊക്കെ അത് അവിടെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഉമ്മയും കുറച്ച് മുരിങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും മുരിങ്ങ ഉപ്പേരിയോ അല്ലെങ്കിൽ മുരിങ്ങ താളിച്ചതോ മുരിങ്ങ കറിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അസ്കർ ഖാൻ്റെ ബ്രദറോടെ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പം അവരെപ്പോഴും മുരിങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അധിക ദിവസങ്ങളിൽ മുരിങ്ങ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതാ ഷെയ്സിനെ ഉമ്മ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവന് 10 മണിയാകുമ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം മക്കൾക്ക് എല്ലാവർക്കും ഇവിടെ ക്ലാസ് ഉണ്ട്. ഷെയ് ഇവിടെ മീനിലേക്കുള്ള മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് മീൻ കിട്ടിയിട്ടില്ലായിരുന്നു. നമുക്ക് ഉണക്കമീനായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് തലേ ദിവസത്തെ മീൻകറിയാണ്, ഉണക്കമീൻ കറിയാണ്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുരിങ്ങയില താളിച്ചതും അതുപോലെ തന്നെ മുരിങ്ങയില തോരനുമാണ്. പിന്നെ മീൻ പൊരിച്ചതും. കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇതാ അവിടെ ക്ലീനിങ്ങും നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതാ അവിടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് പപ്പടക്കോലിൽ കുറച്ച് ചക്കക്കുരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അടുപ്പിൽ. പിന്നെ ഇതാ അടുത്ത ടീമിനോടെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഉപ്പവിടെ നേരത്തെ ചക്കക്കുരു ചമ്മന്തി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഞാൻ ഷെസിനെ കുളിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയത്താണ് ഇപ്പം ഉണ്ടാക്കിയത്. റെസിപ്പി കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി മുരിങ്ങയില താളിക്കാനും ഉണ്ട്, പിന്നെ തോരൻ വെക്കാനും ഉണ്ട്. അപ്പോൾ തോരന് വേണ്ടിയിട്ട് ഇതവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞളും ഉപ്പും വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് വെന്ത് വരണം. കഞ്ഞിവെള്ളം റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഷെയ്ദ് അവിടെ മുരിങ്ങയില താളിക്കുന്നുണ്ട്. മുരിങ്ങയില വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അവസാനമായിട്ട് തോരനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുരിങ്ങയില തോരൻ റെഡിയായി. ഇവിടെ ഇതാ മുരിങ്ങയില താളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാനുണ്ട്, അതുപോലെ തന്നെ അകത്തൊക്കെ അടിച്ചു വരാനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിനൊക്കെ ആയിട്ട് നിന്നു. മക്കളൊക്കെ ഇതാ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞത് അവിടെ ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഫോണിലൊക്കെ നോക്കിയിട്ട് നല്ല പിക്ചേഴ്സൊക്കെ നോക്കിയിട്ടൊക്കെ വരയ്ക്കുകയാണ്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനൊരു മണിക്കൂറോളം ഏകദേശം വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർക്കൗട്ടും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മ ഇപ്പൊക്കെ നേരത്തെ കഴിച്ചു. ഇനി ഞങ്ങളും കൂടെ കഴിക്കാനുള്ളൂ. അപ്പോൾ എനിക്കുള്ള ചപ്പാത്തിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ എൻ്റെ ഫുഡും റെഡിയായി. ഇനി ഞങ്ങളും കൂടെ ഒന്ന് ഫുഡ് കഴിക്കട്ടെ. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 2:30 എനിക്ക് സൂമിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഗസ്റ്റായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. വളാഞ്ചേരി PG അക്കാദമിയുടെ ലേഡീസ് വിങ്ങിൻ്റെ പ്രോഗ്രാമായ സ്വരലയം 2K21 എൻ്റെ എല്ലാവിധ ആശംസകളും. ഇനി അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ. അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ എടുക്കാനുമുണ്ട്. പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഞാൻ പറഞ്ഞല്ലോ ഡയറ്റിൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ ഇത് വീറ്റ് ബ്രെഡിൽ കുറച്ച് ഈത്തപ്പഴം അരച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ഷുഗർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ട. എൻ്റെ ഈ ഡയറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത്. അപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റും ഉണ്ട് അതേസമയം. അപ്പം ഞാനിതിൻ്റെ കൂടെ ഗ്രീൻ ടീ ആണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ മക്കളൊന്നും ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് രാവിലത്തെ ഇടിയപ്പം ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ചധികം രാവിലെ എന്താണോ ഉണ്ടാക്കുന്നത് കുറച്ചധികം ഉണ്ടാക്കും കേട്ടോ. എന്നാൽ വൈകുന്നേരം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്താൽ പിന്നെ കുറച്ച് പഴം വാട്ടുന്നുണ്ട് കേട്ടോ. ഇടിയപ്പത്തിൽ ബാക്കി വന്നിട്ടുള്ള കുറച്ച് തേങ്ങയൊക്കെ എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ വലിയവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ്. മക്കൾക്കൊന്നും പഴം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ചായ കൊടുക്കലും ചായ കുടിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതായിപ്പോൾ എല്ലാവരും ഒന്ന് പുറത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതവിടെ പുറത്ത് ഇരിക്കുകയാണ്. മക്കളൊക്കെ പുറത്ത് കളിക്കുന്നുണ്ട്.
അവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മഴ ചെയ്തു കേട്ടോ. അപ്പോൾ അവരെല്ലാവരെയും ഉള്ളിലേക്ക് കയറ്റി. ഷെയ്സ് മഴയിൽ കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പുറത്ത് നിൽക്കുകയാണ്. പിന്നെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് തന്നെ കയറ്റി. പിന്നെ അവരെ ഡൊമിനോസ് കളിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ എല്ലാവരെയും മേലൊക്കെ കഴുകി കയറ്റി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ എനിക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഗോതമ്പ് ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിലേക്കൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ടൊരു തട്ടിക്കൂട്ട് കറിയാണ്. പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ മുട്ട പൊരിച്ചെടുക്കുകയാണ്. ഉച്ചക്കത്തെ മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുട്ട പൊരിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പൊരിക്കുകയാണ്. അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.